ഹായ് മക്കളെ, നിശാം സാറാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വേണ്ടി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യെസ്, നമ്മൾ ക്ലാസ്സിൽ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമ്മൾ ഓരോന്നും പറയലുണ്ട് അല്ലേ. അപ്പോൾ മൊത്തമായിട്ട് നമുക്ക് അറിഞ്ഞാലോ, നമുക്ക് മൊത്തമായിട്ട് 11 ചാപ്റ്ററാണ് പ്രധാനമായിട്ട് നമ്മുടെ +1 ബിസിനസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 11 ചാപ്റ്ററിന് ഓരോ ചാപ്റ്ററിനും എത്ര മാർക്ക് വീതമാണെന്ന് നിങ്ങൾക്ക് അറിയോ? അതാണ് എന്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും അതാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്താക്കാം, പഠിക്കുന്നത് പ്രോപ്പറായിട്ട് പഠിക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം, എത്ര മാർക്കാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. നമുക്ക് ടോട്ടൽ 80 മാർക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരാം. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 80 മാർക്ക് ഓരോ ചാപ്റ്ററിനും എത്രയിച്ച വീതം നോക്കുന്നുണ്ട് എന്ന് നോക്കട്ടോ. ഫസ്റ്റ് നമുക്ക് എന്താക്കാം, നമുക്ക് അതിൻ്റെ ഓരോ ചാപ്റ്റർ നോക്കാം. നമുക്ക് ടോട്ടൽ ഇവിടെ കൊടുക്കുന്നതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ടോട്ടൽ മാർക്കാണ്. അതായത് നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിന് ഏകദേശം നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. 6 മാർക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതായത് 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്നല്ല, പല ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്താക്കാം, ടോട്ടൽ 6 മാർക്ക്. അതിപ്പോൾ നമുക്ക് 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആയിട്ടാവാം, 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ആയിട്ടാവാം, 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ആവാം, അതേപോലെ തന്നെ 1 വേർഡും ഉണ്ടാവാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടായിരിക്കും ടോട്ടൽ 6 മാർക്ക്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് നമുക്ക് കിട്ടാൻ പോകുന്നത് എത്ര മാർക്കാ? 6 മാർക്കാണ് മക്കളെ നമുക്ക് കിട്ടാൻ പോകുന്നത്. 6 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ 6 മാർക്ക് നമുക്ക് അടിപൊളിയാക്കി പഠിച്ചെടുക്കാം കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ അല്ലേ, നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല രസമുള്ള ചാപ്റ്ററാണ് ഇതല്ലേ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്റർ. അതിൽ നമുക്ക് ചില്ലറ മാർക്കൊന്നല്ല, എത്രയാണ് പറയണത്, 12 മാർക്കാണ് അല്ലേ. 12 മാർക്കാണ് എന്ത്, രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനും. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന എസ്സേ ഓക്കെ, നമുക്ക് പ്രതീക്ഷിച്ച് നിൽക്കാം ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും എസ്സേ വരും എന്നുള്ള 8 മാർക്കിൻ്റെ എസ്സേ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് അത്. ഇനി മൂന്നാമത്തതാണ് ഏത്, പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതും നമുക്ക് ഏകദേശം ഇതേപോലെ തന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓക്കെ. പല വേരിയൻസിലായിട്ട് നമുക്ക് 6 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് അതൊന്നും പ്രതീക്ഷിക്കാം ഓക്കെ. ഇനി അടുത്തതാണ് എന്ത്, നമ്മുടെ 4th ചാപ്റ്റർ അല്ലേ, ബാങ്കിങ്ങിൻ്റെയും നമ്മൾ ഓക്സിലറീസ് മൊത്തം പറയുന്ന ഓക്കെ. ആ ചാപ്റ്ററിൽ നമുക്ക് ഏകദേശം എത്ര ഉണ്ടാ, നമുക്ക് ഏകദേശം പറയുകയാണെങ്കിൽ എത്ര മാർക്കാ, 10 മാർക്ക്. വളരെ വലിയ ചാപ്റ്റർ അല്ലേ, വലിയ ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഉണ്ട്, 10 മാർക്കോളം നമുക്ക് ഇതൊന്നും കിട്ടും. 10 മാർക്ക് ഉണ്ട്. അപ്പോൾ ആ 10 മാർക്ക് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുത്താലോ. യെസ്, അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് എന്താക്കാം, എസ്സേ പ്രതീക്ഷിക്കാം ഓക്കെ. ഈ ഒരു ഭാഗത്തുനിന്നും എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഇത് എമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമുക്ക് എത്ര മാർക്കാണ് പറയുന്നത് മക്കളെ, നോക്കടാ, 6 മാർക്കാണെന്ത്, 5 മാർക്കാണെന്ത് ഈ ചാപ്റ്ററിനും. എമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് നമ്മൾ B2C B2G എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേനോ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് എത്രയാണ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതിന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ആണ് ഇത് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിസിനസ് എത്തിക്സ് അല്ലേ. അതിന് നമുക്ക് എത്ര മാർക്കാണുള്ളത്, യെസ് നമുക്ക് കാണാൻ പറ്റും എത്ര മാർക്കാടാ, 6 മാർക്കാണ് അല്ലേ. നോക്കടാ, 5ാമത്തെ ചാപ്റ്ററിന് 5 മാർക്ക്, 6ാമത്തെ ചാപ്റ്ററിന് 6 മാർക്ക് ആയിപ്പാ. അപ്പം നമുക്ക് എന്താണ്, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു 6ാമത്തെ ചാപ്റ്റർ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് 7ാമത്തെ ചാപ്റ്റർ ഏതേനു, യെസ് ഏതാടാ, ഫോംസ് ഓഫ് ബിസിനസ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാപ്റ്ററിൽ. അതിൽ നമുക്ക് കിട്ടുന്നത് എത്ര, 8 മാർക്കാണ്. 8 മാർക്ക് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വളരെ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കേണ്ടതുണ്ട് ഓക്കെ. അപ്പോൾ നമ്മൾ 4 പ്രധാനപ്പെട്ട രീതികൾ പറഞ്ഞിട്ടില്ലേനോ അല്ലേ, 4 സ്റ്റെപ്പുകൾ, കമ്പനി ഫോം ചെയ്യുന്ന സ്റ്റെപ്പുകളൊക്കെ. അപ്പോൾ ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കുറച്ചും കൂടി ഒന്ന് അടിപൊളിയായിട്ട് നമ്മൾ എന്താക്കുക, ഒന്ന് സെറ്റാക്കി എടുത്താൽ നമുക്ക് 8 മാർക്കാണ് നമുക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത് ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്താക്കണം, ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. 8ാമത്തെ ചാപ്റ്ററാണ്. 8 മാർക്ക് ഇതിനുണ്ട്, ചില്ലറ മാർക്കൊന്നല്ല, അത്യാവശ്യം 8 മാർക്ക് അല്ലേ. ഒരു 8 മാർക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ നമ്മൾ ഫോർമേഷൻ ഓഫ് എ കമ്പനിയോ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്രേഡ് തന്നെ എന്താവും, കംപ്ലീറ്റ് അങ്ങോട്ട് മാറിപ്പോകും അല്ലേ. ഒറ്റയടിക്ക് നമ്മളെ A+ A ഒക്കെ എന്താവും മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ചാപ്റ്ററൊക്കെ കൈകാര്യം ചെയ്യാൻ കേട്ടോ. പേടിക്കേണ്ട, ഞങ്ങളുണ്ട് നിങ്ങളപ്പം. നെക്സ്റ്റ് ആണ് ഇത് അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ MSME ആൻഡ് ബിസിനസ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിൽ നമുക്ക് കിട്ടാൻ പോണ മാർക്ക് എത്ര, യെസ് നമുക്കറിയാം ഏകദേശം എത്ര മാർക്കാടാ, 4 മാർക്കാണ് മാക്സിമം നമുക്ക് കിട്ടുക. പക്ഷെ 4 മാർക്ക് നമ്മൾ അടിപൊളിയായിട്ട് 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള
ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താക്കും നിങ്ങൾക്ക് പറഞ്ഞുതരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ 4 മാർക്ക് സുഖമായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാം. അടുത്തത് നമ്മുടെ അനദർ ക്രൂഷ്യൽ ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഇത് നമ്മുടെ ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇന്റേണൽ ട്രേഡ് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഇന്റേണൽ ട്രേഡ്. കാരണം എന്താ 10 മാർക്കാണ് നമ്മൾ ഈ ചാപ്റ്ററിന് പ്രതീക്ഷിക്കുന്നത്. 10 മാർക്കാണ് ഇതൊന്നും പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ഏതാ ഇന്റർനാഷണൽ ബിസിനസ്. ഓക്കെ, ഇന്റർനാഷണൽ ബിസിനസ്സിനും ഇതേപോലെ തന്നെ നമുക്ക് എത്ര ഉണ്ട് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്ക് നമുക്ക് എസ്സേ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്തൊക്കെയുണ്ട് സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഫോർത്ത് ചാപ്റ്ററിനും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇന്റേണൽ ട്രേഡ് ഭാഗത്ത് നമുക്ക് എന്താക്കാം എസ്സേ പോലത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഈ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെ മൊത്തമായിട്ട് നമുക്ക് എത്ര മാർക്കാണ് ടോട്ടൽ 80 മാർക്കാണ് ക്വസ്റ്റ്യൻസ് വരാം. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് പറ്റാവുന്ന മാക്സിമം നമ്മളിലെ 80 ഔട്ട് ഓഫ് 80 തന്നെ നമ്മൾ വാങ്ങിയെടുക്കും അല്ലേ. ബിക്കോസ് നമ്മളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്. നമ്മുടെ ലൈവ് 25th സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താക്കുക എല്ലാവരും ലൈവിൽ സെറ്റായിട്ട് വരാം. കാരണം അന്ന് മുതൽ നമ്മൾ അടിപൊളിയാക്കിയിട്ട് ഓരോ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസും അതിന് വരാനിരിക്കുന്ന ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പയർ ചെയ്ത് നമ്മളെന്താക്കും ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മളെന്താക്കും അടിച്ച് പൊളിച്ച് പഠിച്ച് സെറ്റാക്കും. ഓക്കെ അല്ലേ, ബൈ.